ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ മൊഡ്യൂൾ 4-ലുള്ള എസ്ക്യുലൈറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എസ്ക്യുലൈറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എസ്ക്യുലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡാറ്റാബേസ് എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, പിന്നെ അതേപോലെ സെർവർലെസ് ആണ്, 0 കോൺഫിഗറേഷൻസ് മതി അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ ട്രാൻസാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എസ്ക്യുലൈറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഇതിനെ പറ്റിയിട്ട് അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫാൾട്ട് നമ്മളുടെ ആൻഡ്രോയിഡ് SDKയിൽ എസ്ക്യുലൈറ്റ് എംബഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ആൻഡ്രോയിഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എസ്ക്യുലൈറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകം ഡാറ്റാബേസ് സെറ്റപ്പോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യേണ്ട. നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ SDKന്ന് ഡയറക്റ്റായിട്ട് എസ്ക്യുലൈറ്റ് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എസ്ക്യുലൈറ്റ് ലൈബ്രറി ഒരു പബ്ലിക് ഡൊമൈനിലുള്ളൊരു ലൈബ്രറിയാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ എസ്ക്യുലൈറ്റ് യൂസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് വേറെ ലൈസൻസോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സാഹചര്യമോ ഒന്നും തന്നെ ഇല്ല. അതേപോലെ പേഴ്സണൽ ആയിട്ടുള്ള യൂസിനും എസ്ക്യുലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. വേറൊരു കൺസ്ട്രെയിൻസും ഇല്ല. ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എസ്ക്യുലൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കംപ്രസ്ഡ് ലൈബ്രറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എസ്ക്യുലൈറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ചെയ്താൽ തന്നെയായാലും ലൈബ്രറിയുടെ സൈസ് മാക്സിമം 500 KB വരെയൊക്കെ വരത്തുള്ളൂ. പിന്നെ അതേപോലെ എസ്ക്യുലൈറ്റ് ലൈബ്രറിയുടെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആൻഡ്രോയിഡ് വെർഷന് വേണ്ടിയിട്ടാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ എസ്ക്യുലൈറ്റിൻ്റെ ലൈബ്രറി സൈസ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കമ്പൈലറിൽ എന്തെങ്കിലും ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്ക്യുലൈറ്റിൻ്റെ ലൈബ്രറി സൈസ് ചിലപ്പോൾ 500 KBന്ന് ഒരു 400 KB അല്ലെങ്കിൽ 250 KB ആയിട്ട് റെഡ്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എസ്ക്യുലൈറ്റ് ഒരു ലോ മെമ്മറി എൻവയോൺമെൻറ്റിലൊക്കെ നമ്മൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് SQLite ഒരു ലൈറ്റ് വെർഷൻ ഓഫ് SQL സെർവറാണ്. സോ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ അധികം മെമ്മറിയോ അല്ലെങ്കിൽ പ്രോസസ്സിങ് സ്പീഡോ ഡിമാൻഡ് ചെയ്യാത്ത ഡിവൈസസിൽ പോലും SQLite യൂസ് ചെയ്യാൻ പറ്റും. ആ പേരിൽ തന്നെ നമുക്കത് മനസ്സിലാവും, SQLite. ആ ലൈറ്റ് എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെർഷൻ എന്നും കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഫൈനലായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള റിലേഷണൽ ഡാറ്റാബേസിലെ പോലെ തന്നെ SQLite നമുക്ക് SQL സിൻറ്റാക്സ് എഴുതാൻ പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് SQLite. അങ്ങനെ മെയിനായിട്ടുള്ള സാധാരണ ഉള്ള റിലേഷണൽ ഡാറ്റാബേസിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും SQLiteഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തുകൊണ്ട് SQLite പ്രിഫർ ചെയ്യണം, അതല്ല എങ്കിൽ SQLiteൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സെർവർലെസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ SQLite ഡാറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം സെർവറോ അല്ലെങ്കിൽ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നിങ്ങളുടെ ലോക്കൽ ഡിവൈസിൽ ഇൻ്റർനെറ്റുമായിട്ട് യാതൊരു ഇൻട്രാക്ഷൻ ഇല്ലാതെ തന്നെ SQLite നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. SQLite യൂസ് ചെയ്യുന്ന 2 ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാ MP3 പ്ലെയേഴ്സില്ലേ, അതിൻ്റെ അകത്ത് SQLite ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് സോങ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്തായിരിക്കുമല്ലോ. ആ പ്ലേലിസ്റ്റിൻ്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു SQL ഡാറ്റാബേസിലാണ്. ഇത് ഞാൻ സ്പോട്ടിഫൈ അല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ ഉള്ള നമ്മുടെ ലോക്കലി മ്യൂസിക് കേൾക്കുന്ന പ്ലെയർ ആപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ SQLite നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ SQLite യൂസ് ചെയ്യുന്ന വേറൊരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിലാണ്. അതായത് വാട്സാപ്പിലൊക്കെ അവർ പറയുന്ന വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് അവരുടെ സെർവറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെർവറിൽ നിന്ന് ആ മെസ്സേജ് അവർ വൈപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ആ മെസ്സേജ് സ്റ്റോറായി കിടക്കുന്നത് നമ്മുടെ ഡിവൈസിനകത്താണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ അകത്തായിരിക്കും ആ മെസ്സേജസ് സ്റ്റോറായി ഇരിക്കുക. ഈ സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇതേപോലുള്ള SQLite ഡാറ്റാബേസിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് നിങ്ങളുടെ വാട്സപ്പ് വല്ലതും അൺഇൻസ്റ്റാൾ ആയി പോയാൽ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ
ഗൂഗിൾ ഡ്രൈവിൽ ബാക്കപ്പ് ഇല്ല എങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയ ചാറ്റും കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പൊക്കെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ SQLite ഡാറ്റാബേസ് റീസെറ്റായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ മെസ്സേജസ് കാര്യങ്ങളൊന്നും തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റാത്തത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ഓഫ്ലൈനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ചാറ്റ്സും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിനകത്തുള്ള SQLite ഡാറ്റാബേസിൽ ആ മെസ്സേജസ് സ്റ്റോർഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ പഴയ മെസ്സേജസും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സീറോ കോൺഫിഗറേഷൻ എന്നുള്ളൊരു പോയിൻ്റാണ്. അതായത് SQLite നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം വേറെ സെറ്റപ്പോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ ഒന്നും തന്നെ വേണ്ട. ആൻഡ്രോയിഡിൻ്റെ കേസിലാണെങ്കിൽ അത് ഓൾറെഡി ആൻഡ്രോയിഡിൻ്റെ SDKയിൽ റെഡിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കോൺഫിഗർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ലൈബ്രറി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. അതായത് നമ്മുടെ SQLite ഡാറ്റാബേസ് അതൊരു ഫയലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ സ്റ്റോറായി കിടക്കുന്നത്. ഈ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്രോസ് പ്ലാറ്റ്ഫോം ഡിസ്ക് ഫയലാണ്. അതായത് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ മൊബൈലിലുള്ള ഈ SQLite ഡാറ്റാബേസ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു SQLiteൻ്റെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും. അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും വിൻഡോസ് ആയാലും ശരി, മാക് ആയാലും ശരി, അതല്ല എങ്കിൽ ലിനക്സ് ആണെങ്കിലും ശരി, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് SQLiteൻ്റെ ഡാറ്റാബേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് SQLite ഒരു ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെസ് മെമ്മറിയാണ്. ലെസ് മെമ്മറി ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SQLite ഒരു ചെറിയൊരു ലൈബ്രറിയാണ്, കംപ്രസ്ഡ് ലൈബ്രറി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. സോ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ പോലും അല്ലെങ്കിൽ എനേബിൾ ചെയ്താൽ പോലും SQLite ലൈബ്രറിയുടെ ഒരു ഫൈനൽ സൈസ് എന്ന് പറഞ്ഞാൽ 400 to 500 KB വരെയൊക്കെ മാക്സിമം വരത്തുള്ളൂ. അതല്ല നമ്മളിപ്പോൾ ഓപ്ഷണലായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും വേണ്ട എന്നുള്ള രീതിക്കാണ് കോൺഫിഗർ ചെയ്യണമെങ്കിൽ SQLiteൻ്റെ ലൈബ്രറി സൈസ് ഒരു 250 KB മാക്സിമം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലെസ് മെമ്മറി എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ പഴയ കാലത്തെ ഫോൺസ് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അധികം മെമ്മറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 512 MB റാമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഫോണുകൾക്കൊക്കെ നിങ്ങൾക്ക് SQLite ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലോ മെമ്മറി ആണെങ്കിൽ പോലും SQLite അവിടെ സ്മൂത്തായിട്ട് വർക്ക് ആയിക്കോളും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻഡ് ആണ് SQLite എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് SQLiteന് വേറെ എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് നമുക്ക് SQLite വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, കോൺഫിഗർ ചെയ്യുക ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് SQLite സെൽഫ് കണ്ടെയ്ൻഡ് ആണെന്ന് പറയാൻ പറ്റും. ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് SQLite സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് പല ആക്ടിവിറ്റി പേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പല ത്രെഡ് ഉണ്ടാവും, പ്രോസസ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. കോംപ്ലക്സ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനിൽ SQLite ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല പ്രോസസ്സ് അതേപോലെ ത്രെഡൊക്കെ സൈമൾട്ടനസ് ആയിട്ട് SQLite ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഡാറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് പ്രോപ്പർട്ടീസ് അവിടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ആസിഡ് പ്രോപ്പർട്ടീസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് SQLiteലെ ട്രാൻസാക്ഷൻസ് സപ്പോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് ഒരു സേഫ് ആക്സസ് നമുക്കവിടെ എൻഷുർ ചെയ്യാൻ പറ്റും.